അപ്പോൾ രുചിയിടങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീവരാഹത്താണ് നമ്മുടെ രാധ ചേച്ചിയുടെ വീട്. അപ്പോൾ നമുക്ക് രാധ ചേച്ചിയെ സ്വാഗതം ചെയ്യാം നമ്മുടെ പരിപാടിയിലേക്ക്. രാധ ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും രാധ എന്നുള്ള പേരിനെ കാട്ടി ഉണ്ണി എന്നുള്ള പേരാണ് അറിയുന്നത്. ഇന്ന് എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? കോളിഫ്ലവർ പക്കോട. ഓക്കെ. അപ്പോൾ നമ്മൾ ഐറ്റംസ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ ഓരോ സെഗ്മെന്റ്സിലും നമ്മൾ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിയെ ഫുൾ നമ്മൾക്കിപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഫാമിലിയെ ഫുൾ അറിയാമായിരിക്കും. ഇന്നപ്പോൾ ആരാ നമ്മുടെ പക്കോട ടേസ്റ്റ് പിള്ളേരെ വിളിക്കാം അല്ലേ? അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് കോളിഫ്ലവർ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതാണ് ഒരു ഡിഫറെന്റ് കളറിൽ. അത് കാര്യം അതിൽ ഈ ചെറിയ പുഴു കാണും. അപ്പോൾ ഇത് വേവിക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, കാശ്മീരി ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ, ഉപ്പ്, മൈദാമാവ്, കുരുമുളക് പൊടി, പിന്നെ പുതിനയും മല്ലിയിലയും പച്ചമുളകും കൂടി അരച്ചത്, കോൺഫ്ലവർ, എണ്ണ. ഇതെല്ലാം നമ്മൾ ഓരോ കപ്പിന്റെ ഇതിലാണ് എടുക്കുന്നത് അല്ലേ, അളവ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മൈദയും കോൺഫ്ലവറും കൂടി മൈദയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്യണം അല്ലേ? കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒരു കപ്പ് ക്വാണ്ടിറ്റി ആണ് എടുത്തത്, പക്ഷെ അത്രയും വേണ്ടി വരില്ല. ആവശ്യം എത്രയാണോ അതനുസരിച്ച് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കോൺഫ്ലവറും മൈദ. അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി, വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി മാത്രം, ഇഞ്ചിയില്ല, കുരുമുളക് പൊടി അതൊരു സ്പൂണാണോ? ഒരു സ്പൂണും എരിവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇതാ നേരത്തെ ചില്ലി ഫ്ലേക്സും ഇതും കൂടി ഒറിഗാനോയും കൂടി എടുത്തത്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. റെഡിമെയ്ഡ് വാങ്ങിയതാ? റെഡിമെയ്ഡ് വാങ്ങിയത്. ഇത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അത് നമ്മൾ ജസ്റ്റ് ഒരു ഇതിനൊന്ന് മുക്കിയെടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടല്ലേ? നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ കുറേ കൂടെ കട്ടിക്കാണ്. ഇപ്പോൾ നമ്മൾ രാധാ സോൺ ട്രീറ്റ്സിൽ ഈ സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ ആണെങ്കിൽ നമ്മൾ ബോക്സാണ്, പെർ ബോക്സാണ് ചാർജ് ചെയ്യുന്നത്. 50 ആണ് പെർ ബോക്സ്. ഓക്കെ. അതിപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പിള്ളേരാണെങ്കിൽ 2 പേർക്ക് കഴിക്കാം. ഓക്കെ. ഇത് ഒട്ടും കട്ടയില്ലാതെ കുഴച്ചെടുക്കണം. എത്ര മണിക്കാണ് അപ്പോൾ ഈ ഈവനിങ് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നത്? സ്നാക്സ് നമുക്ക് 5 മണി തൊട്ട് അവൈലബിൾ ആണ്. ഓക്കെ. ബാക്കി ഡിന്നർ വേറെ ടൈമാണ്. ഡിന്നർ നമുക്ക് 7:30 ആണ്. ഡെലിവറി ടൈം 7:30 ആണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രമേ ഡെലിവറി ചെയ്യുന്നുള്ളൂ? അത് കുറച്ചുകൂടെ ഓൾ ഓവർ ട്രിവാൻഡ്രം ചെയ്യുന്നുണ്ട്. ഔട്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യും. ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കാൻ, പെർ കിലോമീറ്റർ 10 rupees എക്സ്ട്രാ ആവുമെന്ന്. ഇതിപ്പോൾ നമ്മൾ എന്താ പുതിനയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചതാണ്. ഓക്കെ. പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നത് അല്ലേ? ഇത് നമുക്ക് അരച്ച് സ്റ്റോർ ചെയ്യാം. എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത ഒരു 2 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതിരിക്കും. ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇനി ജസ്റ്റ് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കും. ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ. വേറെ എല്ലാ കോളിഫ്ലവർ നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ. ഇതിപ്പം അതിലിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ? വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോളിഫ്ലവർ നമ്മൾ വേവിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചൂട് തണുത്തതിന് ശേഷം വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കോട്ടിങ് ഇതിൽ പിടിക്കില്ല. ഓക്കെ. അതായത് കോളിഫ്ലവർ വേവിച്ച്, ഇതിപ്പോൾ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ച് വെച്ചു, എന്നിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് നല്ലപോലെ തണുത്താൽ അത്രയും നല്ലത്. ഓക്കെ. കാര്യം അല്ലെങ്കിൽ ഈ കോട്ടിങ് അതിൽ കറക്റ്റായിട്ട് പിടിക്കില്ല. നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേനും മാവ് വേറെ, കോളിഫ്ലവർ സെപ്പറേറ്റ്, അങ്ങനെ ആയിപ്പോ. ഓക്കെ. ഓക്കെ. നമ്മൾ ഈ മൈദാമാവിന് പകരം അത് അവോയ്ഡ് ചെയ്തിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ അരിപ്പൊടിയോ എടുക്കാം, യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ടേസ്റ്റ് പക്ഷേ കുറച്ചുകൂടി മൈദയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വുമൻസിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി സഖാവാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു വുമൻസ് കോളേജ് ടൈമിലുള്ള പാർട്ടി? എല്ലാവരും
രാധാസുന്ദർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചേട്ടൻ അതെ CPM-ന്റെ CPM-ന്റെ LC മെമ്പറാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അതായത് DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ അടുത്ത ആള് കുട്ടി സഖാവാണ്. അപ്പോൾ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ സ്ക്രീനിന് മുന്നേ, വളരെ പാവമായിട്ട്. അല്ലെങ്കിൽ ഒരു വേദിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ്. പഴയ ഓർമ്മകളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈം ഹോളിഞ്ചൽ സ്കൂളിലായിരുന്നു. +1 കോട്ടൺ ഹില്ലായിരുന്നു. വുമൻസിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഈ പാർട്ടി പ്രവർത്തനം. വുമൻസിൽ ആദ്യം കയറി അന്വേഷിക്കുന്നത് തന്നെ യൂണിയൻ റൂം എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് പാർട്ടിയിൽ ഇതായിട്ടുണ്ട്. ഇത് മിക്സായി, നല്ലോണം മിക്സായി. നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിതിൽ എണ്ണയിൽ മുക്കിയെടുക്കണോ എന്നുള്ളൊരു കാര്യവും മൈദയാണ് എന്നുള്ളത് കാര്യം ഒഴിച്ചാൽ വേറെ, മൈദയ്ക്ക് പകരം നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാം. അരിപ്പൊടിയും കോൺഫ്ലവറും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കടലമാവ് യൂസ് ചെയ്യാം. കടലമാവ് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല, ഗ്യാസിന്റെ ഇഷ്യൂസും ഒക്കെ വരുന്നവർക്ക്. നമുക്ക് എണ്ണ ചൂടാവാനൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫ്രൈ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത്ര മതി അല്ലേ? ബാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത്. കെട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇതിനപ്പോ എന്താ പ്രൊവൈഡ് ചെയ്യണേ സൈഡ് ഡിഷ് ആയിട്ട്? കെച്ചപ്പും. കെച്ചപ്പാണ്. ആ പുതിനയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഈ കടലമാവ് യൂസ് ചെയ്താൽ ഈ പുതിന നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ വലിയ പ്രശ്നം വരില്ല. ചിലർക്ക് കടലമാവ് കഴിച്ചാൽ പ്രോബ്ലം വരും. ഈ പുതിന നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് വരില്ല. എന്തായാലും നമ്മുടെ കോളിഫ്ലവർ പക്കോട ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടീസ് ഒരാൾ നന്നായിട്ട് എന്താണ് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, രണ്ടാമത്തെ ആൾ കിടലമായിട്ട് പാട്ട് പാടും, ഇൻസ്റ്റയിൽ സ്വന്തമായിട്ട് അക്കൗണ്ടൊക്കെ ഉണ്ട്, റീൽസൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പക്കോട ഏതാണ്ടായി അല്ലേ? സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റാവോ? മാറ്റാം. എണ്ണയിൽ ശരിക്കും നന്നായിട്ട് മുങ്ങി കുളിച്ചാണ് വരുന്നത്, എങ്കിലേ നല്ല ക്രിസ്പ് ആവും. അല്ലേ ചൂടോടെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ കഴിക്കാനായിട്ട് ഇതാവുള്ളൂ അല്ലേ? പാക്ക് ചെയ്തൊക്കെ കൊടുത്തയക്കുമ്പം നല്ല ക്രിസ്പിയാണ്. നമ്മുടെ പക്കോട അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുട്ടീസിനെ വിളിക്കാം അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതെ, നമ്മുടെ ചൂട് കോളിഫ്ലവർ പക്കോട റെഡിയായി കയ്യിലിരിപ്പുണ്ട്. ഇനി നമ്മുടെ കുട്ടീസിനെ വിളിക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടീസ് ഓടിവായോ? ഓക്കെ, അപ്പം അതെ അമ്മ ഉണ്ടാക്കിയ കോളിഫ്ലവർ പക്കോട ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാനാണ് വിളിച്ചേ. അതിനു മുന്നേ രണ്ട് പേരുടെ പേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞേ. ആ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? ആ, അവിടെ സഹർഷ്. ആ, 5ാം ക്ലാസ്സിൽ പഠിക്കുക. സർവോദയ. രണ്ടുപേരും സർവോദയ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഇയാള് സ്കൂളൊന്നും കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ സ്പൈക്കൊക്കെ വെച്ച് യോയോ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ പാട്ട് പാടുക? നമുക്കൊരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? രണ്ടുപേരും പാട്ട് പാടും. വീട്ടിലൊക്കെ ഒരുപാട് പാട്ട് പാടാറുണ്ട്. വായ തുറന്നു കഴിഞ്ഞാൽ നിർത്താതെ പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഇവിടെ സഹർഷാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. DSLR-ലാണ് ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത് അല്ലേ? അങ്ങനെയൊന്നുമില്ല. നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? റെഡിയാ? ആ, പാടിക്കോ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. കഴിഞ്ഞോ? അടിപൊളിയായിട്ട് പാടി. ഇവിടെ ക്യാമറയിൽ നിന്ന് കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി. ഇഷ്ടദൈവം കൃഷ്ണനാണല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാം അല്ലേ? അപ്പോൾ രണ്ടുപേരും ഓരോ പീസ് വീതം എടുത്ത്
എങ്ങനെയുണ്ട്? സൂപ്പർ. ആ, രണ്ടുപേരും സൂപ്പർ എന്ന് പറഞ്ഞു. എന്തായാലും രണ്ടുപേർക്കും സ്ഥിരം കിട്ടുന്ന ഐറ്റം ആണ് അല്ലേ? ഗോബി നമ്മുടെ പൊതി പൊറോട്ടയിൽ ഇതില്ല, ഗോപിയില്ല. ഇതല്ലാണ്ട് നമ്മൾ ചില്ലി ഗോബി ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത്. അപ്പൊ സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഫാൻസ് ആണ്. അപ്പം മക്കൾ അപ്രൂവ് ചെയ്തു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നോൺ വെജിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇത് അതിന് കടത്തി വെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. 50 റുപ്പീസേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു പാക്കറ്റിന്. ആൻഡ് ഡെലിവറി ഒക്കെ ഉണ്ട്. സോ എന്തായാലും ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് 9567894567. പ്രീ ഓർഡേഴ്സ് ആണ്. സാറ്റർഡേ നമുക്ക് അവൈലബിൾ ആണ് ഡെയിലി. അതിന് മെസ്സേജ് ചെയ്താൽ മതി. അവൈലബിൾ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും. ഫേസ്ബുക്ക് പേജ് രാധാസ് ഹോം ട്രീറ്റ്സ് എന്നാണ്. ഇൻസ്റ്റയും സെയിം തന്നെയാണ് ID, രാധാസ് ഹോം ട്രീറ്റ്സ്. ഓക്കെ. അപ്പോൾ ചേച്ചി ആക്ച്വലി ഹോം ഷെഫായിട്ട് വെറുതെ ഒരു സെയിൽസ് എന്നുള്ളൊരു രീതിക്ക് മാത്രമല്ല നിൽക്കുന്നത്. ഒരുപാട് ഫെസ്റ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. മാത്രമല്ല ട്രിവാൻഡ്രത്ത് ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ ചാരിറ്റി ഫങ്ഷൻസിനും ഒക്കെ മുന്നിട്ട് തന്നെ നിന്ന് അവർക്കൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ചേച്ചി മുന്നിട്ട് തന്നെ ഉണ്ടാവാറുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് പ്രോഗ്രാംസിന് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇതേക്കൂട്ടുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രാംസിനും അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രോഗ്രാംസിനും ഒക്കെ ചേച്ചി ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ചേച്ചി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചേച്ചിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആളുണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല, എന്നാലും ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛനായിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ കാരണം അങ്കിളാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ അങ്കിളിപ്പോൾ കൂടെ ഇല്ല, നമ്മുടെ ഒപ്പം ഇല്ല. എന്നാലും പക്ഷെ ഫുൾ നമ്മുടെ പരിപാടി എവിടെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഒത്തിരി സന്തോഷമായിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടെയുണ്ട്. വേറെയും കുറച്ച് ഡിഷസ് ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സെഗ്മെൻറ്റിൽ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ. എല്ലാവരും ടാറ്റ പറഞ്ഞേ. ടാറ്റ.